ഹായ് ഹലോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ഫുൾ വീഡിയോ ഇടാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഫുൾ വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഏകദേശം ഒരു 5-10 മിനിറ്റ് ഫുൾ വീഡിയോ ഒക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും, ഇടുന്ന എനിക്കും ബോറടിക്കും. കാരണം എൻ്റെ വീഡിയോസ് തന്നെയാണെങ്കിലും പലതവണ ഞാൻ ഈ വോയിസ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കൊണ്ട് അത് കണ്ട് കണ്ട് എനിക്കും തന്നെ ബോറടിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വലിയ വീഡിയോസ് ഒന്നും ഇടണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെ നിയമങ്ങളൊക്കെ മാറിയല്ലോ. അതുകൊണ്ട് തന്നെ 3 മിനിറ്റ് കൂടുതലെങ്കിലും വീഡിയോസ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഷോർട്സിന് വേണ്ടി ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് തന്നെ അധികം എനിക്ക് ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ തന്നെ നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഫുൾ വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതാണ്ട് രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പം എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമാണ് കേട്ടോ. ആ ടൈമിൽ ഞാൻ ചെയ്യുന്ന ജോലികളെക്കുറിച്ചാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ബെഡും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഞാൻ നേരെ വന്നത് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മുടിയെല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. കാരണം മുടി എനിക്ക് നല്ലപോലെ കൊഴിച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കെട്ടി വെക്കാതെ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ മമ്മി നല്ലപോലെ ചീത്ത പറയും കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ആയിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഇത്രയും നേരത്തെ എണീക്കാറില്ല. ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്നോ എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ എണീച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും കൂടി ഉള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് രാവിലത്തേക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ. അങ്ങനെ അതാണ്ട് ചപ്പാത്തിയായിരുന്നു. ചപ്പാത്തി എല്ലാം ഏകദേശം ആയിക്കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു മസാല കറിയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ചപ്പാത്തി കഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കിയതാണ്. നല്ല വെയിലുണ്ടായിരുന്നു. ആ വെയിലത്തൊന്ന് കൊള്ളാമെന്നൊക്കെ വിചാരിച്ച് നടക്കാമെന്നൊക്കെ വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. കാണുമ്പോൾ ഉദിക്കുന്ന വെയിലാണെന്നുണ്ടെങ്കിൽ പോലും നല്ലപോലെ ചൂടുള്ളത് കൊണ്ട് അധിക നേരം ഒന്നും എനിക്ക് അതിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നതിൻ്റെ ശേഷം ഞാൻ നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അകത്ത് നമ്മുടെ പൂച്ചക്കൂട്ടന്മാരൊക്കെ ഒരു അലങ്കോലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം വേറെ ഒന്നല്ല, അവന്മാർ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് കയറി വരും. അത് കഴിഞ്ഞാൽ പിന്നെ അവന്മാരുടെ കളിയുണ്ട്. നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വീട് ഇങ്ങനെ മറച്ചിട്ട പോലത്തെ ഒരു അവസ്ഥയാണ്. എല്ലാ ചളിയും ചവിട്ടിക്കൂട്ടി എല്ലാ റൂമിലും ചളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന സ്വഭാവ പ്രകൃതം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ റൂമും അടിച്ച് തുടച്ച് വാരേണ്ട അവസ്ഥയാണ്. പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ആകെ 2 പൂച്ചക്കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. 2 പേരെ വേറൊരു ചേട്ടൻ വന്ന് കൊണ്ടുപോയിട്ടോ. കൊണ്ടുപോയ അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നാലും അവർക്ക് ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർ നല്ലപോലെ ജീവിക്കുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ 2 പൂച്ചക്കുട്ടികളുമായിട്ടൊക്കെയാണ് നമ്മൾ കളിച്ച് ചിരിച്ച് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ പരിപാടിയും കാര്യങ്ങളും എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു 100 വട്ടം ഞാൻ പൂച്ചക്കുട്ടികളുടെ അടുത്ത് പോയിട്ടും ഉണ്ടാവും കേട്ടോ, അവന്മാരെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഷീറ്റെല്ലാം അവിടെ വിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വലിയ പണിയും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ പോയി കുളിക്കുകയാണ് ചെയ്തത് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഉച്ചത്തെ ഫുഡോടുകൂടി ഇവിടുത്തെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.